Hi dears, Assalamualaikum, good morning, welcome back to Zain'S Wonder World. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് നല്ലൊരു ചിക്കൻ റെസിപ്പിയുമായിട്ടാണ്. നല്ല ടേസ്റ്റിയായ നല്ലൊരു അടിപൊളി ചിക്കനാണിത്, ചിക്കൻ ഫ്രൈ ആണിത്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനലായ Zain'S Wonder World ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാമെന്നും ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പയ്യോളി സ്റ്റൈൽ ചിക്കൻ ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് വറ്റൽമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ചെറിയ ജീരകം ഇവ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇതിൻ്റെ അളവൊക്കെ നിങ്ങളെടുക്കുന്ന ചിക്കൻ അനുസരിച്ചും എരിവ് നിങ്ങളുടെ എരിവിനനുസരിച്ചും മുളക് തീരുമാനിക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഞാൻ മസാല റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം ചേർത്ത് മിക്സിയിലിട്ട് അരച്ചെടുത്തതാണ്. ഇനി ഇതിൻ്റെ പകുതി നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് അരിപ്പൊടിയാണ്, അതും ചിക്കനിലേക്ക് ഇടാം. പിന്നെ കോൺഫ്ലവർ, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീരും. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അവിടെ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക്, കറിവേപ്പില, ഇതൊക്കെ ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് നേരത്തെ ബാക്കി വെച്ച മുളകിൻ്റെ മസാല കുറച്ച് തേങ്ങയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാൻ പോവുകയാണ്. ഒരു ഗോൾഡൻ കളറ് ആവുന്നവരെ എടുത്ത് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാൻ പോവുകയാണ്. ചിക്കൻ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴേക്കും നമുക്ക് നേരത്തെ എടുത്ത് വെച്ച കറിവേപ്പിലയും പച്ചമുളകും ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ഗോൾഡൻ കളറായാൽ നമുക്ക് കോരി മാറ്റാം. തേങ്ങയൊക്കെ വറുത്തെടുത്ത എണ്ണയിലേക്ക് തന്നെ നമുക്ക് ചിക്കൻ ഇട്ട് പൊരിച്ചെടുക്കാം. ഇപ്പോൾ അത് അരമണിക്കൂർ കഴിഞ്ഞ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല അടിപൊളി പയ്യോളി സ്റ്റൈൽ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ആ തേങ്ങാൻ്റെ ഫ്രൈ ചെയ്തതും കൂടെ കൂട്ടിയിട്ട് വേണം കഴിക്കാൻ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ പുതിയ പുതിയ വിഭവങ്ങളുമായി വീണ്ടും കാണും വരെ അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.